ഉണ്ടാക്കാൻ പറ്റും. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു അസ്മിതാസ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് ഇളം ചൂടുള്ള പാല്, 2 കപ്പ് മൈദ, 3 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഈസ്റ്റ്, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, 2 സ്പൂൺ ബട്ടറും. ഇതെങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. ആദ്യം ഒരു ഇളം ചൂടുള്ള പാല് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ ബട്ടർ ഉരുക്കിയതാണ്, മെൽട്ടാക്കിയത്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാത്ത സാദാ പഞ്ചസാരയാണ്. എന്നിട്ടൊന്ന് ഇളക്കി വെച്ചിപ്പിക്കുക. നല്ലപോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഈസ്റ്റ് എന്തായാലും ചേർക്കണം, കാരണം ഇത് പൊന്തി വരുന്നത് ഈ ഈസ്റ്റ് ഇട്ടാൽ നമ്മൾ ഇത് പൊന്തി വരുള്ളൂ. ഇനി ഇത് ഈ 5 മിനിറ്റ് ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വെക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഈസ്റ്റൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു പിഞ്ച് ഉപ്പ് മതി. എന്നിട്ടൊന്ന് ഇളക്കുക. ഇനി എന്താ പറയുക, നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മൈദ ഇട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ചിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ആദ്യം കുറച്ച് മൈദ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അടുത്തത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ കുഴച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള മൈദയും കൂടെ കുറച്ചിട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റിന് വെക്കണം പൊന്താൻ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാവൊക്കെ നല്ല ഡബിൾ സൈസ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കട്ടി കുറച്ച് പരത്തരുത് കേട്ടോ, കുറച്ച് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ഒരു ഇതിൽ പരത്തണം. എന്താ ഏകദേശം ഈ ഒരു കട്ടിയിൽ നമ്മൾ പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എന്തെങ്കിലും അതിൻ്റെ ഒരു വട്ടത്തിനാണ്. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇത്ര മാക്സിമം നിങ്ങൾ അങ്ങനെ റൗണ്ട് ആക്കി എടുക്കുക. ഇതുപോലെ. ഇനി അതിൻ്റെ സൈഡിലൊക്കെ വരുന്ന മാവ് എടുത്ത് മാറ്റുക. ഇനി നമുക്ക് എന്തെങ്കിലും ചെറിയ മൂടിയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കുഞ്ഞത് എടുത്തിട്ട് അതിൻ്റെ നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഡോണറ്റിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യണത്. നടുഭാഗത്താണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ചെറിയ എന്തെങ്കിലും മൂടിയോ അങ്ങനെ എന്തും നിങ്ങൾക്ക് എടുക്കാം. അത് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 3 ഡോണറ്റ് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്.
ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് വെക്കാൻ പോണ പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അത് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് മാറ്റി വെക്കുക. നമ്മൾ 3 ഇപ്പോൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് എല്ലാ മാവും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ അതിൻ്റെ ഒക്കെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. നമ്മളിതൊക്കെ പരത്തിയെടുത്തു. ഇനി 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഡോണറ്റൊക്കെ നല്ല പൊന്തി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഓരോ ഡോണറ്റും എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇടുമ്പോൾ നല്ല സൂക്ഷിച്ചിടണം, കാരണം ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. നമ്മളിതാ ഒരു ബ്രൗൺ കളറായപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ഡോണറ്റ് ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ എല്ലാ ഡോണറ്റും നമുക്ക് പൊരിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാതും പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൊരിച്ചെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറിൽ വേണം. ബ്രൗൺ കളർ ആവാതെ കോരി മാറ്റരുത്. ഞാൻ എല്ലാതും ഇപ്പോൾ കോരി മാറ്റാണ്. ഇത് നമ്മൾ ഈസ്റ്റ് ഇട്ടാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പൊന്തി വരിക. നമുക്ക് ഇതിൻ്റെ ഷേപ്പും വലുപ്പമൊക്കെ നമുക്ക് നമ്മുടെ രീതിയിലനുസരിച്ച് മാറ്റം വരുത്താം. അതിൻ്റെ വലുപ്പമൊക്കെ ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സൈഡ് ബ്രൗൺ കളറായതിന് ശേഷം അത് തിരിച്ചിടുക. എന്നിട്ട് ആ സൈഡും ബ്രൗൺ കളറായ നമുക്ക് കോരി മാറ്റാം.
അപ്പോൾ ഞാൻ ഡോണറ്റൊക്കെ പൊരിച്ചെടുത്തു. ഇത് ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പുറം ഭയങ്കര ഒരു കട്ടിയിലും ഉള്ളു ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഡാർക്ക് ഫാൻറ്റസി ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്താണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റൊക്കെ എടുക്കാം. പിന്നെ 3 സ്പൂൺ ചോക്ലേറ്റ് ഇല്ല, അതൊന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ആയിട്ടുള്ള ബിസ്ക്കറ്റ് എടുത്താൽ കൂടുതൽ നന്നായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു ഓവർ ഇതിലെടുക്കരുത്, തീ കൂട്ടിയിടരുത്, ഒരു സിമ്മിൽ ഇട്ടുകൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഈ പഞ്ചസാര വെള്ളത്തിലൊന്ന് മെൽട്ടായിട്ട് വരണം. ഇതൊരു അടിപൊളി ചോക്ലേറ്റ് സോസ് തന്നെയാണ്. ഇതെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് 3 സ്പൂൺ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോക്ലേറ്റും അതിലൊന്ന് മെൽറ്റ് ആവണം. അപ്പോൾ ചോക്ലേറ്റൊക്കെ അതിൽ മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡാർക്ക് ഫാൻറ്റസിന് പൊടിച്ച് വെച്ചത് അത് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 2 ഡാർക്ക് ഫാൻറ്റസിയൊക്കെ മതി. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് കട്ടിയായി വരണം. ഓവർ കട്ടിയാവണ്ട, എന്നാലും കുറച്ചൊന്ന് കട്ടിയായി വരണം. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ കട്ടിയാവുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, പ്രശ്നമില്ല. അപ്പോൾ ചോക്ലേറ്റ് സോസൊക്കെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോണറ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഒരു ഡോണറ്റ് എടുക്കുക, എന്നിട്ട് അത് ഫുള്ളായിട്ട് മുക്കരുത്, അതിൻ്റെ പകുതി ഭാഗം അതിലൊന്ന് മുക്കിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കണം. ഒരു ഡോണറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗം ഡിപ്പ് ചെയ്യുക, മുഴുവനായിട്ട് ഡിപ്പ് ചെയ്യണ്ട. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കുക. ഈ ചോക്ലേറ്റ് സോസ് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിങ്കിൾസ് ഇതിൻ്റെ മുകളിൽ ഇട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടെടുക്കാം. കുറച്ച് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വിതറി കൊടുക്കുക. ഇതിട്ടാൽ കാണാൻ ഒന്നുകൂടി ഒരു ലുക്ക് ഉണ്ടാവും. ഏകദേശം നമ്മുടെ ഡോണറ്റിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആവാനായി. അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ജസ്റ്റ് വിതറി കൊടുത്താൽ മതി. നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എൻ്റെ ഡോണറ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു ലോജിക്കില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ കസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം.
മാഷാഅല്ലാ, സംഗതി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു വെറൈറ്റി സ്നാക്ക് നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന 100% ഉറപ്പ് തരികയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കണം.